മംഗളൂരുവിലെ പിക്കപ്പ് ഡ്രൈവറുടെ കൊലപാതകത്തിൽ 15 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് പോലീസ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ 5 താലൂക്കുകളിൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാട്ടിൽ സമാധാനം തകർത്ത് വർഗീയ സംഘർഷം ലക്ഷ്യമിട്ടാണ് കൊലപാതകം എന്നാണ് നിഗമനം. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? അഭിലാഷ്, ഈ മംഗളൂരുവിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്നത്. അതായത് പകരത്തിന് പകരം എന്ന നിലയിലാണ് ഈ കൊലപാതകം നടക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് പിക്കപ്പ് വാൻ ഡ്രൈവറായ റഹീമിനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുന്നത്, അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുന്നത്. വാളും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചായിരുന്നു. ഈ ആളുകളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. ഇതിൽ 15 പേരാണ് ഇപ്പോൾ പ്രതികളായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും മെയ് 1 സുഹാസ് ചെട്ടിയെ അതിക്രൂരമായി പട്ടാപ്പകൽ തന്നെ നാട്ടുകാരൊക്കെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിന് തൊട്ട് മുൻപ് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇത്തരത്തിൽ തുടരെ കൊലപാതകങ്ങൾ ഉണ്ടാവുന്നത് മംഗളൂരുവിനെ വലിയ തോതിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മംഗളൂരു. ആശുപത്രിക്കായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കായാലും നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെ ആശങ്കയിൽ ഉണ്ട്. ഏതായാലും ഇത് വർഗീയ തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടത്തിയെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്നാൽ പ്രതികളെ പിടികൂടാനുണ്ട്, ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്. CCTV ദൃശ്യങ്ങൾ, ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ചതിൽ നിന്നാണ് ഈ പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇതിൽ ഒരാൾക്ക് ഗുരുതരമായി വെട്ടേറ്റ് ഗുരുതരമായ പരിക്കോടെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇയാളുടെ അപകടനില തരണം ചെയ്തിട്ടില്ല. അത്തരത്തിൽ മംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ്. പോലീസ് അതീവ ജാഗ്രതയിലാണ്. എല്ലാ സ്ഥലങ്ങളിലും പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കൂടാതെ കാസർഗോഡ് ജില്ല അതിർത്തിയിൽ കേരള പോലീസും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്ന ഒരു രീതി ഏതായാലും ഉണ്ട്. രാത്രിയും പകലും ഈ പരിശോധന ഉണ്ടാകുന്നതാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മംഗളൂരുവിൽ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് രാത്രി കാലങ്ങളിൽ ഈ തനിച്ച് യാത്ര ചെയ്യുന്നവർ അത് ഒഴിവാക്കണമെന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോലീസിന് സഹായം തേടാം. പോലീസ് ഇവരെ വീടുകളിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ IT കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇത്തരത്തിൽ രാത്രി കാല സഞ്ചാരം നടത്താറുണ്ട്. പക്ഷെ അത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഒരു നിർദ്ദേശം അത് 5 താലൂക്കുകളിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ 5 താലൂക്കിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സുള്യ, പുത്തൂർ, ബണ്ട്വാൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്റലിജൻസിന് ഒരു റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ പോലീസും ഈ സംഭവത്തെ കാണുന്നത്. ഏതായാലും റഹീമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് വിലാപയാത്രയായി വലിയ ആളുകളുടെ പങ്കാളിത്തം ആ വിലാപയാത്രയിലൊക്കെ കാണാമായിരുന്നു. എന്തായാലും തുടർ ആക്രമണങ്ങൾ ഉണ്ടാവുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് മംഗളൂരുവും പരിസര പ്രദേശങ്ങളും എല്ലാം ഉള്ളത്. എന്തായാലും ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് ഈ മലയാളികളെ തന്നെയാണ്. പ്രത്യേകിച്ച് മംഗളൂരു നഗരത്തിൽ തന്നെയാണ്. നഗരത്തിന് തൊട്ട് സമീപത്താണ് ഈ സംഭവം ഉണ്ടായിരുന്നതും ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നു. നമുക്കറിയാം, ചെറിയ പ്രശ്നങ്ങൾ പോലും അത് വലിയ സംഘർഷത്തിലേക്കും പിന്നീട് കൊലപാതകങ്ങളിലേക്കും ഒക്കെ മംഗളൂരുവിലേക്ക് നേരത്തെയും എത്തിയ ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ തുടർച്ചയായ 3 കൊലപാതകങ്ങൾ ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് ഏറെ ഞെട്ടിക്കുന്നത്. അതും തീർച്ചയായും അതിൽ ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രത്യേകിച്ച് ആശ്രയിക്കുന്ന ഒരു ഇടം കൂടിയാണ്. കൂടുതലായ ആളുകൾ അവിടെ മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ കേരളത്തിലല്ല എങ്കിൽ പോലും അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഗീയ ലഹളകളോ അല്ലെങ്കിൽ അത്തരം സംഘർഷങ്ങൾക്കോ ഒക്കെയുള്ള സാധ്യത കൂടിയാണല്ലോ മുന്നിൽ കാണുന്നത്. ആ നിലയിലുള്ള ഒരു കടുത്ത ജാഗ്രത അതെങ്ങനെയാണ് ഇപ്പോൾ തുടരുന്നത് അവിടെ? തീർച്ചയായും അത് ഏറ്റവും പ്രധാനമായി തന്നെയാണ്. ഈ വർഗീയ സംഘർഷം എന്ന രീതിയിലേക്കാണ് ഇതിപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിൽ പകരത്തിന് പകരം എന്ന നിലയിലാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നതും. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
തനിച്ച് യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഘട്ടം കൂടി ഇപ്പോൾ മംഗളൂരുവിലുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതും കൂടാതെ അതിർത്തിയിൽ കേരള പോലീസിന്റെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുന്ന കർണാടകയിൽ നിന്നും മറ്റും സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മുഴുവൻ വാഹനങ്ങളും കേരളത്തിൽ അതിർത്തിയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇവിടെ കൃത്യമായി പോലീസ് സംവിധാനം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഈ പ്രതികളെ ഇനി പിടികൂടാനുണ്ട്. 15 പേർക്കെതിരെയാണ് ഈ കൊലപാതക ഉൾപ്പെടെ ഉള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ ഇതുവരെ ഒരാളെയും പിടികൂടാനായിട്ടില്ല. ഇന്നലെ VHPയുടെ ഒരു നേതാവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പിന്നീട് ഒരു കൂട്ടം ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും പിന്നീട് ഇയാളെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രതികളിലേക്ക് എത്താനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. ADGP ഇന്ന് മംഗളൂരിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്താനായാണ് മംഗളൂരുവിലെത്തിയത്. എന്നാലും ഇവരെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. അതിനിടയിൽ മറ്റ് സംഘർഷങ്ങൾ അത് ഉണ്ടാകാതിരിക്കാനുള്ള അതീവ ജാഗ്രത തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉള്ളത്. അത് 3 കൊലപാതകങ്ങൾ അത് ഞെട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നടത്തിപ്പുകാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റുമായി ആശ്രയിക്കുന്ന ഒരു സ്ഥലം. പ്രത്യേകിച്ച് ആശുപത്രികൾ, വിദഗ്ധ ആശുപത്രികൾ ഉള്ളത് മംഗളൂരുവിലാണ്. അതുകൊണ്ട് തന്നെ മംഗളൂരുവിനെയാണ് ഏറെ പേരും ആശ്രയിക്കുന്നത്. അത് ഒരു ആശങ്ക ഈ മംഗളൂരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കുണ്ട്. കാരണം പെട്ടെന്നാണ് ഒരു സംഘർഷം ഉണ്ടാകുന്നതും ഹർത്താൽ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതും വലിയ സംഘർഷത്തിലേക്ക് പോകുന്നതും. സുഹാസ് ശെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഹർത്താലിൽ വലിയ തോതിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല പല സ്ഥലങ്ങളിലും ആളുകൾക്ക് ഈ വെട്ടേൽക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് മംഗളൂരുവും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. ഏതായാലും ഈ ഒരു കൊലപാതകത്തിലും പോലീസ് അതീവ ജാഗ്രതയിൽ തന്നെയാണുള്ളത്. തീർച്ചയായും തുടർച്ചയായി ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ അത് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടേതാണ്. അത്തരം പകപോക്കലുകൾ ആണോ എന്ന സംശയം നിലനിൽക്കുന്നു. ഈ കൊലപാതകങ്ങൾക്ക് പരസ്പരം ബന്ധമുണ്ടോ എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ടതായി. എന്തായാലും ചേരിതിരിഞ്ഞുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക്, ഒരു വർഗീയ സംഘർഷത്തിലേക്കൊക്കെ പോകാതിരിക്കുവാനുള്ള കടുത്ത ജാഗ്രതയാണ് ഇപ്പോൾ തുടരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അതിർത്തി മേഖലകൾ കൂടിയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രി ആവശ്യങ്ങൾക്കുമൊക്കെയായി ബന്ധപ്പെടുന്ന ഒരിടം കൂടിയാണിത് എന്നതാണ്. എന്തായാലും കനത്ത ജാഗ്രത തുടരുന്നുണ്ട്. ഈ റിപ്പോർട്ടോടുകൂടി സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.